നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിലെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. മീനം രാശിയിൽപ്പെട്ട പൂരോരുട്ടാതി 4-ാം പാദക്കാർക്കും ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും വ്യാഴം 5ഉം 6ഉം ഭാവത്തിലും ശനി ലഗ്നത്തിലും 2-ലും രാഹു 12-ലും 11-ലും ഗോചരം ചെയ്യുന്ന ഒരു കാലമാണ് ഈ 12 മാസക്കാലം. സാമ്പത്തികമായിട്ടുള്ള ലാഭം തൊഴിലിൽ നിന്ന് പ്രതീക്ഷിക്കാം. ശത്രുദോഷം പൊതുവെ ആശ്വാസകരമാകുന്നതാണ്. എങ്കിലും കർമ്മരംഗത്ത് ധാരാളം പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും ശത്രുക്കളുടെ ശല്യവും കൂടുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും സുഖവും കൈവരിക്കാൻ കഴിയും. വിദേശികളായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭ്യമാകുന്നതാണ്. മാതാപിതാക്കളോടൊപ്പം നാട്ടിൽ വസിക്കുന്നതിനായിട്ട് നാട്ടിലേക്ക് തിരികെ എത്താനോ നാട്ടിൽ വന്നു ചേരാനോ ഒക്കെ യോഗം കാണുന്നു. ഒപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് യോഗം വരുന്നുണ്ട്. സ്ഥാനപ്രാപ്തി കൈവരിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് ധനപുഷ്ടി, കർമ്മപുഷ്ടി ഒക്കെ ഉണ്ടാകാം. വർഷമധ്യത്തോടു കൂടി തൊഴിലിൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും ചിലവുകൾ അധികരിക്കുന്നതാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ വാദരോഗത്തിന് ചികിത്സകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നേത്രരോഗം, ബന്ധുജന വിയോഗം മൂലം മനസ്സ് ദുഃഖപൂർണമാകുന്നതാണ്. വർഷാവസാനം കർമ്മരംഗത്ത് പുരോഗതിക്ക് താമസവും തടസ്സവും വന്നു ചേരുന്നുണ്ട്. ആഭരണ ലാഭം, വസ്ത്രാഭരണ ലാഭം, അതുപോലെ തന്നെ പുതിയ ഭവനം, വസ്തു, വാഹനം ഇവയൊക്കെ യോഗം കാണുന്നുണ്ട്. വാസസ്ഥലം മോടി പിടിപ്പിക്കുക. യാത്ര സന്തോഷപ്രദമാകുക. ദോഷപരിഹാരത്തിനായിട്ട് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക. കൂവളമാല അർച്ചന നടത്തുക. ഞായറാഴ്ച ദിവസം നവഗ്രഹ പൂജ നടത്തുക. അതുപോലെ തന്നെ അതിരാവിലെ സൂര്യോദയ സമയത്ത് ഉദയസൂര്യനെ നോക്കി നിങ്ങൾ നാമജപം, അതായത് ആദിത്യ സ്തോത്രം നടത്തുന്നതും ആദിത്യ ജപം നടത്തുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. ജാതക പരിശോധന നടത്തി ജാതകത്തിലുള്ള ഗ്രഹദശ അന്തർദശാകാലങ്ങളൊക്കെ നോക്കി അതിനും കൂടെ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ വളരെയേറെ നല്ല ഒരു വർഷമായിരിക്കും ഇത്. വീട് വിട്ട് മാറി താമസിക്കുന്ന ആളുകൾക്ക് പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിജയം ഭവിക്കാനായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലപ്രദമാകുന്നതാണ്.